പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. മാതാപിതാക്കളും സോദരർ ബന്ധുക്കൾ ആരുവെടിഞ്ഞിടിലും അനാഥനായി നിന്നെ കൈവിടുകില്ലെന്ന് അരുളിയോൻ കൂടെയുണ്ട്. അനാഥനായി നിന്നെ കൈവിടുകില്ലെന്ന് അരുളിയോൻ കൂടെയുണ്ട്. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിലത് യാഹല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. കഷ്ടങ്ങളേറുമ്പോൾ ആവശ്യങ്ങൾ ഏറിലും സഹായിപ്പാനായി സ്വർലോകനാഥന്റെ കരങ്ങൾ കുറുകിട്ടില്ല. സഹായിപ്പാനായി സ്വർലോകനാഥന്റെ കരങ്ങൾ കുറുകിട്ടില്ല. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിലത് യാഹല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 24-ാം വാക്യം മുതലേ വായിക്കാം. അനന്തരം യോസേപ്പ് തൻ്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്തു നിന്ന് താൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസേഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. യോസേഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവന് സുഗന്ധവർഗമിട്ട് അവനെ മിസ്രയീമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. എബ്രായ ലേഖനം 11-ാം അധ്യായം 22-ാം വാക്യം. വിശ്വാസത്താൽ യോസേപ്പ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ കാര്യം ഓർപ്പിച്ചു തൻ്റെ അസ്ഥികളെക്കുറിച്ച് കൽപ്പന കൊടുത്തു. യോസേഫ് മരിക്കാറായ സമയം. എന്ത് പ്രശാന്തമോഹനമായ അന്തരീക്ഷം! മരണത്തെ നേരിടുകയാണെന്നറിയാം. ഞാൻ മരിക്കുന്നു എന്നാണ് പറയുന്നത്. മരണം അരിച്ചരിച്ച് വരുന്നത് കാണുന്നുണ്ട്. ശരീരത്തിൽ മരണത്തിൻ്റെ തണുത്ത കൈകൾ കയറിപ്പിടിക്കുന്നത് അറിയുന്നുണ്ട്. യോസേഫിനറിയാം ഇനിയേറെ കാലതാമസമില്ലെന്ന്. സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ ജീവിക്കാൻ എനിക്ക് തന്നിരിക്കുന്ന ആയുസ് ഇതാ തീരാൻ പോവുകയാണ്. സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ എനിക്ക് തന്ന ശുശ്രൂഷ അത് പര്യവസാനിക്കാൻ പോവുകയാണ്. ഇതാ ഞാൻ മരിക്കുന്നു. സഹോദരന്മാരെ എല്ലാം വിളിച്ചു കൂട്ടി. എന്തെന്ത് ഓർമ്മകളായിരിക്കും അപ്പോൾ മനസ്സിൽ തെറുത്തുയർന്നു വരുന്നത്! എന്തെല്ലാം കാര്യങ്ങൾ, ബാല്യം മുതലേയുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടാകും. അമ്മ വഴിയോരത്ത് വെച്ച്
രണ്ടാമത്തെ പ്രസവത്തോടുകൂടി മരിക്കുന്നത്. റാഹേൽ മരിച്ചപ്പോൾ അവളെ ആ വഴിയോരത്ത് തന്നെ ഒരു ശവക്കുഴി കുഴിച്ച് അടക്കിയത്. പിന്നെ കരയുന്ന അപ്പനോടുകൂടെ യാത്ര ചെയ്ത് മുന്നോട്ട് നീങ്ങിയത്. അന്ന് ബെന്യാമീൻ ചോരക്കുഞ്ഞ് പിറന്നപ്പോൾ തന്നെ അമ്മ മരിച്ച കുഞ്ഞ് അവനെ ഓമനിച്ച് ലാളിച്ച് വളർത്തിയത്. പിന്നെ മുന്നോട്ട് വരുമ്പോൾ ദൈവം പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകിയത്. സ്വപ്നവ്യാഖ്യാനവും പ്രവചനവും ദൈവം പരമേൽപ്പിച്ചത്. നിഷ്കളങ്കതയിൽ വളർന്നു വന്നത്. എന്തെന്തെല്ലാം കാര്യങ്ങളാണ് യോസേഫിൻ്റെ മനസ്സിൽ. മരണത്തോടടുക്കുമ്പോൾ അങ്ങനെ ഒന്നൊന്നായി ഉയർന്നുയർന്നു വന്നത്. യോസേഫ് തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോന്നോർക്കുമ്പോഴും സ്തുതിയുടെ നെടുവീർപ്പുകൾ ഉയരുകയാണ്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്തോത്രങ്ങൾ നാവിൽ ഉരുവിടുകയാണ്. കാരണം ദൈവം നടത്തി, ദൈവം പാലിച്ചു, ദൈവം പോറ്റി, ദൈവം പുലർത്തി. സത്യമായ ഒരു ദൈവം കൂടെ ഇരുന്നു. യൗസേപ്പിനത് നല്ല ഓർമ്മയുണ്ട്. യൗസേപ്പിനറിയാം അപ്പൻ ഇതാ മറ്റു മക്കളെക്കാൾ അധികം യൗസേപ്പിനെ സ്നേഹിച്ചത്. യൗസേപ്പിന് പ്രത്യേക ഒരു മേലങ്കി കൊടുത്തത്. ആ മേലങ്കി എന്നും യൗസേപ്പ് എടുത്തു നോക്കുകയും ചിലപ്പോൾ ഇടുകയും ചെയ്തത് എല്ലാം യൗസേപ്പിന് ഓർമ്മയുണ്ട്. 17-ാമത്തെ വയസ്സിൽ സഹോദരന്മാരെ ഒന്ന് അന്വേഷിക്കാനും അവർക്ക് ആഹാരം കൊടുക്കുവാനും അവരുടെ കാര്യം തിരക്കുവാനും അപ്പൻ കാട്ടിലേക്ക് അവനെ അയച്ചത്. അവരവനെ തീർത്തും അപ്രതീക്ഷിതമായി അവിചാരിതമായി പിടികൂടിയത്. അവൻ്റെ വസ്ത്രം പറിച്ചുരിഞ്ഞെടുത്തിട്ട് ആ മേലങ്കി ഊരിയെടുത്തിട്ട് അവനെ പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞത്. അപ്പോൾ കുറേ നേരം അവൻ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് ആ പൊട്ടക്കിണറ്റിൽ മുറവിളി കൂട്ടിയത്. പക്ഷേ അവരാരും തിരിഞ്ഞു നോക്കാതെ അവർ ആ കിണറ്റിൻ്റെ വക്കത്ത് പോലും ഒന്ന് എത്തി നോക്കാനിൽ മനസ്സില്ലാതെ അവിടെ മാറിയിരുന്ന് പൊട്ടിച്ചിരിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നത്. ആ സഹോദരന്മാർ 10 പേരും ഒടുവിൽ യൗസേപ്പിനെ എടുത്ത് പൊക്കി ഇസ്മായേൽ കച്ചവടക്കാർക്ക് കൊടുത്തത്. അവൻ ഈജിപ്തിൽ ഫറവോൻ്റെ അകമ്പടി നായകനായ പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ അടിമയായി ചെന്നത്. അവിടെ ഭയങ്കരമായ ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പൊത്തിഫേറിൻ്റെ ഭാര്യ അരുതാത്തതിലേക്ക് അവനെ പ്രലോഭിപ്പിച്ചപ്പോൾ അവിടെ ജയിച്ച് നിന്നത്. ദൈവത്തെ മാത്രം ഓർത്ത് നിന്നതെല്ലാം മരിക്കാൻ നേരത്തെ അവൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തിരമാലകൾ പോലെ ഒന്നിന് പിറകെ ഒന്നായി കടന്നു വരികയാണ്. അവൻ ചിന്തിക്കുകയാണ്. ഓരോന്ന് ചിന്തിക്കുമ്പോഴും സ്തുതിയാണ്, സ്തോത്രമാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ 13 കൊല്ലം അവൻ ചെയ്യാത്ത കുറ്റത്തിന് കുറ്റവാളിയായി വിധിക്കപ്പെട്ട് മിഥ്യയായ അപവാദം അവൻ്റെ മേൽ ചുമത്തി അവനെ കാരാഗ്രഹത്തിലിട്ടത്. 13 കൊല്ലം കാരാഗ്രഹത്തിൽ കിടന്ന് യാതന അനുഭവിച്ചത്. മൂട്ടയുടെ കടിയും ചെള്ളിൻ്റെ അരിപ്പും എല്ലാം ഏറ്റുകൊണ്ട് ആ കാരാഗ്രഹത്തിൻ്റെ പൊടിമണ്ണിൽ കഴിഞ്ഞത്. മലമൂത്ര വിസർജനം പോലും കാരാഗ്രഹത്തിൻ്റെ ആ കൽത്തുറുങ്കിൽ നിർവഹിക്കേണ്ടി വന്നത്. ആ വെറും പൊടിയിൽ പകലും രാവും കഴിച്ചു കൂട്ടിയത്. പേരിന് മാത്രം കൊടുക്കുന്ന ആഹാരം കഴിച്ച് മെലിഞ്ഞുടങ്ങിയ ആ കാരാഗ്രഹത്തിൽ 30-ാമത്തെ വയസ്സ് വരെ കഴിഞ്ഞതെല്ലാം യൗസേപ്പിന്ന് ഓർക്കുമ്പോൾ ഒരു നെടുവീർപ്പ് ഉയരുന്നുണ്ട്. എൻ്റെ ദൈവമേ, ആ കാലങ്ങളെല്ലാം കടമ്പകൾ കടന്ന് നീ എന്നെ ഇതുവരെ കൊണ്ടുവന്നല്ലോ. ഇന്നിതാ 110 വയസ്സായി. ഇതാ വയസ്സ് 110ആയി. 17-ാമത്തെ വയസ്സ് മുതൽ 30-ാമത്തെ വയസ്സ് വരെയുള്ള 13 കൊല്ലം ഈജിപ്ഷ്യൻ കാരാഗ്രഹത്തിൽ കഴിഞ്ഞ കാലങ്ങൾ. യൗസേപ്പിനെ ഓർക്കാം, യൗസേപ്പിനെ ചിന്തിക്കാം, യൗസേപ്പിനെ ഓർത്തോർത്ത് സ്തുതിക്കാം, യൗസേപ്പിന് ദൈവിക പരിപാലനം ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. സഹോദരങ്ങളെ, നാം തുടർന്ന് കാണുന്നത് യൗസേപ്പ് ഇതാ മരിക്കാറായി കിടക്കുന്നതാണ്, മരണാസന്നനായി കിടക്കുന്നതാണ്. യൗസേപ്പ് തിരിഞ്ഞു നോക്കുന്നു. അപ്പൻ്റെ മരണക്കിടക്കയെ അപ്പൻ ചേർത്തണച്ചത്. അപ്പൻ യൗസേപ്പിനെ മാത്രമല്ല, യൗസേപ്പിൻ്റെ മക്കൾ 2 പേരെയും അനുഗ്രഹിച്ചത്. അപ്പൻ കൈ പിണച്ചു വെച്ച് എഫ്രൈമിനെയും മനശ്ശെയും അനുഗ്രഹിച്ചത് എല്ലാം അവൻ്റെ മനസ്സിൽ സന്തോഷത്തികവോടെ കടന്നു വരികയാണ്. മിസ്രയീമിലെ അധിപതിയായി വാണത്. ധാരാളം പേർക്ക് ധാന്യം അവൻ എടുത്തു കൊടുത്തത്. അനേകം ദേശങ്ങൾക്ക് ക്ഷാമം മാറ്റിയത് എല്ലാം അവൻ ഓർമ്മയുണ്ട്. എൻ്റെ ദൈവമേ, നീ ഇതുവരെ നടത്തിയല്ലോ. ഇന്നിതാ തീരുകയാണ്. സഹോദരങ്ങളെ, നാമും ഒരു ദിവസം ഈ മരണമെന്ന ആ ഒരു കടവിലേക്ക് അടുക്കും. ഒരു ദിവസം ഞാനും അടുക്കും, പ്രിയരെ നിങ്ങളും അടുക്കും. നാം ഓരോരുത്തരും മരണമെന്ന ആ കടവിൻ്റെ തീരത്തെത്തും. അതൊരു യോർദാൻ്റെ കടവാണ്, അതൊരു യോർദാൻ്റെ തീരമാണ്. മരണ യോർദാൻ്റെ തീരത്ത് നാം എത്തും. നാം അവിടെ നിന്നുകൊണ്ട് അക്കരദേശം കാണും. നാം ഭാവനയിൽ കാണുകയല്ല. മരണം നമ്മെ പിടികൂടുന്നതിന് മുമ്പ് തന്നെ അക്കരദേശത്തിൻ്റെ ദിഗ്മാത്ര ദർശനം നമുക്ക് ലഭിക്കും. നാം കൗതുകത്തോടെ അക്കരദേശം കാണും. അവിടെ ഇതാ മാലാഖമാർ തെരുതെരെ എഴുന്നള്ളി വന്ന് നിരനിരയായി നിൽക്കുന്നു. അവിടെ ഇതാ രാജാധിരാജനായ യേശു ഇരുകൈയും നീട്ടി നിൽക്കുന്നു.
സ്തേഫാനോസിൻ്റെ മരണസമയത്ത് സ്തേഫാനോസിനെ കൈക്കൊള്ളുവാൻ ഇതാ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന പുത്രൻ തമ്പുരാൻ എഴുന്നേറ്റ് നിന്ന് കൈ രണ്ടും നീട്ടി നിൽക്കുന്നത് അന്ന് സ്തേഫാനോസ് കണ്ട് ദൈവത്തെ സ്തുതിച്ചതുപോലെ ഇതാ നമ്മെയും ഒരു ദിവസം മാലാഖമാർ കൂട്ടിക്കൊണ്ടുപോകാൻ വരും. നാമും മരണക്കിടക്കയിൽ കിടക്കും. ബോധം മങ്ങിയിട്ടുണ്ടാകാം, മങ്ങിയിട്ടില്ലായിരിക്കാം. ശരീരത്തിൻ്റെ ചലനശേഷി പലതും കുറഞ്ഞു വന്നിരിക്കാം. കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞിരിക്കാം. കാലിൻ്റെ ചലനശേഷി പോയിരിക്കാം. ഹൃദയസ്പന്ദനം കുറഞ്ഞു വന്നിരിക്കാം. അപ്പോൾ നാവ് മിക്കവാറും നിശ്ചലവും നിശബ്ദവും ആയിരിക്കാം. ഇതാ മരണം അരിച്ചരിച്ച് വരികയാണ്. ഒരു നാൾ ഈ മരണതീരത്ത് നാം എത്തും. എന്തെല്ലാം ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി എന്തെല്ലാം ഓർമ്മകൾ ഇങ്ങനെ ഹൃദയത്തിലൂടെ തികട്ടി വന്നുകൊണ്ടിരിക്കും. ഓരോന്ന് ഓർക്കുമ്പോൾ നമുക്ക് സ്തുതിക്കാൻ വകയുണ്ട്. ജീവൻ്റെ വചനം കേട്ടത്, ആത്മാവിൻ്റെ ശബ്ദം കേട്ടത്, ദൈവത്തിൻ്റെ സ്വരം കേട്ടത്, ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടത്, ദൈവത്തിൻ്റെ കരം നമ്മെ പിടിച്ചത്, ദൈവം നമ്മെ തലോടിയത്, ദൈവം നമ്മുടെ കണ്ണുനീര് തുടച്ചത്, ദൈവം നമ്മുടെ രോഗം മാറ്റിയത്, പലപ്പോഴും മരണശൈലിയിൽ നമ്മെ എഴുന്നേൽപ്പിച്ചത്, ആയുസ് നീട്ടിത്തന്നത്, എന്തെല്ലാം കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വരും. എല്ലാം ഓർത്തോർത്ത് കിടന്നുകൊണ്ട് നാം ദൈവത്തെ മൗനമായി സ്തുതിച്ചു കൊണ്ടിരിക്കും. മാലാഖമാർ വന്ന് ചുറ്റി നിൽക്കും. മാലാഖമാർ വന്ന് അണിനിരന്ന് നിൽക്കും. യേശു ക്രിസ്തുവും അരികത്ത് വന്ന് നിൽക്കുന്നതായി നാം കാണും. ആ സമയത്ത് തേജോമയനായ യേശുവിൻ്റെ ആ സ്വർഗീയമായ തേജസ്സിൻ്റെ പ്രസന്ന മുഖം കണ്ടുകൊണ്ട് നാം ആനന്ദവായ്പോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇതാ ഈ ശരീരത്തിൽ നിന്ന് പ്രാണൻ വിട്ടു ആത്മാവ് അക്കരദേശത്തേക്ക് പറക്കുന്നു. ഇതാ യൗസേപ്പിനും അത് തന്നെയാണ്. ഇതാ ഞാൻ മരിക്കുന്നു. യൗസേപ്പ് പറയുകയാണ്, എനിക്കൊരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുണ്ട്. മരണനേരം വരുമ്പോൾ ഈ പ്രത്യാശയോടെ കടന്നു പോകാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? മരണത്തിൻ്റെ സമയത്ത് കർത്താവായ യേശുവിലുള്ള പ്രത്യാശയോടും വലിയ പ്രസന്നതയോടും പുഞ്ചിരിയോടും കൂടെ ജീവിതാന്ത്യത്തെ അഭിമുഖീകരിക്കാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കൊതിയുണ്ടോ? അങ്ങനെ സാധിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തോന്നുന്നുണ്ടോ? ഉണ്ട്. യേശുക്രിസ്തു ഇന്ന് ഹൃദയത്തിലുള്ളവന് ആ ഉറപ്പുണ്ട്. ഏത് പ്രതിസന്ധി വന്നാലെന്ത്, ഏത് പ്രശ്നങ്ങൾ വന്നാലെന്ത്, എന്തെന്ത് വേദനകളും യാതനകളും ജീവിതത്തിൽ വന്നാലെന്ത്, ഉടയവൻ കൂടെയുണ്ടെന്നുള്ള ഉറപ്പ്, നിത്യനായ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ്. ആരെല്ലാം എതിർത്താലെന്ത്, ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലെന്ത്, ആരെല്ലാം നിന്ദിച്ചാലെന്ത്, ആരെല്ലാം പരിഹസിച്ചാലെന്ത്, ഉന്നത സ്ഥാനത്ത് നിന്ന് വിലക്കുകളും മുടക്കുകളും വന്നാലെന്ത്, ഉന്നതൻ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ്. പ്രിയപ്പെട്ടവരെ, യൗസേപ്പിൻ്റെ അവസാന സമയം പ്രത്യാശയുടെ സമയമാണ്. യൗസേപ്പിൻ്റെ ഒടുവിലത്തെ വിനാഴികകൾ വലിയ ആശ്വാസത്തിൻ്റെ വിനാഴികകളാണ്. യൗസേപ്പ് അങ്ങനെ ആ മരണശൈലിയിൽ കിടക്കുകയാണ്. യൗസേപ്പ് സഹോദരന്മാരെ വിളിച്ചു. അവരോട് പറഞ്ഞു, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. മരണനേരത്തും പ്രവചനം, മരണനേരത്തും വരാനിരിക്കുന്ന കാര്യങ്ങൾ സത്യമായി മുൻകൂട്ടി പറയുകയാണ്. നിങ്ങളെന്നും ഈ മിസ്രൈമിൽ കഴിയേണ്ടി വരില്ല. നിങ്ങളെക്കാലത്തും ഈ ഈജിപ്തിലെ ഫറവോൻ്റെ അടിമവേല ചെയ്ത് കഴിയേണ്ടി വരികയില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു മോചനമുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു പുറപ്പാടുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾ പുറപ്പെട്ടു പോകും. ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു പ്രയാണമുണ്ട്. നാം ആഗ്രഹിച്ചതും മോഹിച്ചതും വാണതും കൊതിച്ചതും ആ കനാൻ ദേശമാണ്. കനാൻ ദേശത്തേക്ക് നാം പറന്നു പോകും. നാം എടുത്തുകൊണ്ടു പോകപ്പെടും. നാം അനുഗ്രഹത്തിൻ്റെ വക്താക്കളായി നാം അവിടെ ചെല്ലും. അനുഗ്രഹത്തിൻ്റെ പ്രഘോഷകരായി നാം തിരികെ ചെല്ലും. കനാൻ്റെ സുന്ദര ഭൂവനങ്ങൾ നാം സ്വായത്തമാക്കും, നാം കരഗതമാക്കും. യൗസേപ്പ് സന്തോഷത്തോടെ പറയുകയാണ്, ഞാനിതാ മരിക്കുന്നു. ദൈവം നിങ്ങളെ സന്ദർശിക്കും. ദൈവം നിങ്ങളെ വീണ്ടെടുക്കും. ദൈവം നിങ്ങളെ പുറപ്പെടുവിക്കും. ദൈവം നിങ്ങളെ കനാനിലെത്തിക്കും. ദൈവം നിങ്ങൾക്ക് ഒരു നല്ല കാലം തരും. വർഷങ്ങൾ കഴിഞ്ഞായിരിക്കാം. അത് എത്ര വർഷം അത് അറിഞ്ഞുകൂടാ. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കാം നിങ്ങൾ കനാനിലെത്തും. ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. വരാനിരിക്കുന്ന കാര്യം ശുഭകരമായ ശോഭനമായ വസ്തുത ഇതാ പ്രവചിക്കുകയാണ്, മുൻകൂട്ടി പറയുകയാണ്. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് യോസേഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട്
സത്യം ചെയ്യിച്ചു. അപ്പൻ ചെയ്യിച്ചതുപോലെ തന്നെ അപ്പനായ യാക്കോബ് യോസേപ്പിനെ കൊണ്ട് സത്യം ചെയ്യിച്ചു. മോനെ, എന്നെ എവിടെ അടക്കരുത്. എൻ്റെ അപ്പനായ അബ്രഹാം ഇസ്ഹാക്കും എൻ്റെ അമ്മയായ റിബേക്കയും എൻ്റെ അപ്പൻ്റെ അമ്മയായ സാറായും എല്ലാം മരിച്ച് അടക്കപ്പെട്ട എൻ്റെ ഭാര്യയായ ലേയും മരിച്ചടക്കപ്പെട്ട കനാലിലെ മക്പേല ഗുഹയിലേക്ക് എന്നെ കൊണ്ടുപോകണം കേട്ടോ എന്ന് പറഞ്ഞ് യൗസേപ്പിനെ കൊണ്ട് അപ്പൻ സത്യം ചെയ്യിച്ചിരുന്നു. നാം വായിക്കുന്നത് അങ്ങനെയാണ്. ഉൽപ്പത്തി 47-ാം അധ്യായം 29-ാം വാക്യം മുതൽ അങ്ങനെയാണ്. ഇസ്രായേൽ മരിപ്പാനുള്ള കാലം അടുത്തപ്പോൾ അവൻ തൻ്റെ മകനായ യോസേപ്പിനെ വിളിപ്പിച്ചു. അവനോട്, നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ കൈ എൻ്റെ തുടയിൻ കീഴിൽ വയ്ക്കുക. എന്നോട് ദയയും വിശ്വസ്തതയും കാണിച്ച് എന്നെ മിസ്രയീമിൽ അടക്കാതെ ഞാൻ എൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര കൊള്ളുമ്പോൾ എന്നെ മിസ്രയീമിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവരുടെ ശ്മശാന ഭൂമിയിൽ അടക്കണമെന്ന് പറഞ്ഞു. നിന്റെ കൽപ്പന പ്രകാരം ഞാൻ ചെയ്യാം എന്ന് അവൻ പറഞ്ഞു. എന്നോട് സത്യം ചെയ്യുക എന്നവൻ പറഞ്ഞു. അവൻ സത്യവും ചെയ്തു. അപ്പോൾ ഇസ്രായേൽ കട്ടിലിൻ്റെ തലയ്ക്കൽ നമസ്കരിച്ചു. അപ്പൻ ഈ മോൻ യൗസേപ്പിനെ കൊണ്ട് സത്യം ചെയ്യിച്ചതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ യൗസേപ്പ് സഹോദരന്മാരെ കൊണ്ട് സത്യം ചെയ്യിച്ചു. എന്നെ നിങ്ങൾ കൊണ്ടുപോകണം, എന്നെ നിങ്ങൾ കനാനിലേക്ക് കൊണ്ടുപോകണം. എൻ്റെ പിതാക്കന്മാരെ അടക്കിയ ആ മക്പേല ഗുഹയിൽ തന്നെ എന്നെ അടക്കണം. പക്ഷേ ഇപ്പോൾ കൊണ്ടുപോകാൻ സാധ്യമല്ല. ഇപ്പോൾ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ സാധ്യമല്ല. എന്നെ നിങ്ങൾ ഇവിടെ അടക്കൂ. പക്ഷേ അന്ന് എത്ര വർഷം കഴിഞ്ഞാണെങ്കിലും എൻ്റെ ശവക്കല്ലറ തുറന്ന് എൻ്റെ അസ്ഥികളെ എടുത്ത് നിങ്ങൾ അവിടെ കൊണ്ടുപോയി അവിടെ അടക്കം ചെയ്യണം. നോക്കൂ, എന്തൊരു വലിയ പ്രത്യാശ! എന്താണ് ഇതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, നാം യാക്കോബിൻ്റെ അവസാന വാക്കുകൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാം. യാക്കോബ് 49-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അവൻ അവരോട് ആജ്ഞാപിച്ച് പറഞ്ഞത്, ഞാൻ എൻ്റെ ജനത്തോട് ചേരുമ്പോൾ നിങ്ങൾ ഹിത്യനായ എഫ്രോൻ്റെ നിലത്തിലെ ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ ഇനി അടക്കണം. കനാൻ ദേശത്ത് മമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രോനോട് നിലത്തോട് ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മക്പേല എന്ന നിലത്തിലെ ഗുഹയിൽ തന്നെ അവിടെ അവർ അബ്രഹാമിനെയും അവൻ്റെ ഭാര്യയായ സാറയെയും ഇസ്ഹാക്കിനെയും അവൻ്റെ ഭാര്യയായ റിബേക്കയെയും അടക്കി. അവിടെ ഞാൻ ലേയെയും അടക്കി. ആ നിലവും അതിലെ ഗുഹയും ഹിത്യരോട് വിലയ്ക്ക് വാങ്ങിയതാകുന്നു. എന്നെ അവിടെ മക്പേല ഗുഹയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, എവിടെ അടക്കുന്നു എന്നുള്ളതിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? അതിനെന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ഉണ്ട് എന്ന് പറയും. എന്താണ് കാരണം? ഈ ശരീരം അടക്കപ്പെട്ടാലും ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കാനുള്ളതാണ്. ഈ ശരീരം ഈ ഭൂമിയിൽ സംസ്കരിക്കപ്പെട്ടാലും ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കാനുള്ളതാണ്. ഈ ശരീരം അത് പരിശുദ്ധന്മാരായ പിതാക്കന്മാരുടെ നിരയിൽ തന്നെ ഉയർത്തെഴുന്നേറ്റ് വരേണ്ടതാണ്. പരിശുദ്ധന്മാരുടെ നിരയിൽ തന്നെ ഉയർത്തെഴുന്നേറ്റ് നിൽക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആർക്കെങ്കിലും ഒരുപക്ഷേ പിതാക്കന്മാരുടെ ശവക്കല്ലറയ്ക്കകത്ത് അടക്കപ്പെടാൻ പറ്റിയില്ല എന്നുള്ളതുകൊണ്ട് ഒരിക്കലും അതൊരു കേടല്ല, അതൊരു അനുഗ്രഹക്കുറവല്ല. ആരും ഭയപ്പെടേണ്ട. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ശരീരം ഉയർത്തെഴുന്നേൽക്കാനുള്ളതാണ് എന്ന്. ശരീരം, മൺമയമായ ശരീരം, മണ്ണിൽ സംസ്കരിക്കപ്പെടുന്ന ശരീരം, അത് ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കും. അത് ജീവൻ പ്രാപിക്കും. ശരീരം അതിൻ്റെ ഛായയോടുകൂടെ, അതിൻ്റെ രൂപത്തോടുകൂടെ. പക്ഷേ ആ ശരീരം, ഉയർത്തെഴുന്നേറ്റ ശരീരമുണ്ടല്ലോ, അത് ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിക്കാം, ഭക്ഷണം കഴിക്കാതിരിക്കാം. ഛായ മാറുകയില്ല, എന്നാൽ അതിൽ രക്തവും മാംസവും കാണുകയില്ല. ആ ശരീരത്തിന് എത്ര ദൂരെ വേണമെങ്കിലും പെട്ടെന്ന് സഞ്ചരിക്കാം. ഉയർത്തെഴുന്നേറ്റ ശരീരം. ഇപ്പോൾ നാം ഇവിടെ ഇരുന്നു കൊണ്ട് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൽഹിയിൽ പോകാം, മനസ്സുകൊണ്ട് പോകാം. ശരീരം പോകുന്നില്ല. നിങ്ങൾക്ക് അങ്ങ് അമേരിക്കയിൽ, ന്യൂയോർക്കിൽ പോകാം. നിങ്ങൾക്ക് ലണ്ടൻ നഗരത്തിൽ പോകാം, അവിടെ പോയിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോകാം. നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ച ക്ലാസ് മുറിയിൽ പോകാം. കാലങ്ങൾക്ക് പിറകിലേക്ക് പോകാം. സമയത്തിനും ദൂരത്തിനും പരിധിക്കപ്പുറത്തേക്ക് നിങ്ങൾക്ക് പോകാം. അത് മനസ്സുകൊണ്ടാണ്. എന്നതുപോലെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന് കാലപരിഗണനയില്ല, കാലപരിധിയില്ല. ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന് ദൂരപരിധിയില്ല, ദൂരപരിഗണനയില്ല. എത്ര ദൂരെ വേണമെങ്കിലും സഞ്ചരിക്കാം ശരീരം. അതുകൊണ്ടാണ് കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ട അതേ ക്രിസ്തു ഇതാ അങ്ങ് യെരൂശലേമിൽ സിഹിയോൻ മാളികയിൽ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടത്, പ്രത്യക്ഷപ്പെട്ടത്. ആ ക്രിസ്തു അവിടെ അരിമത്യക്കാരൻ യോസേപ്പിൻ്റെ കല്ലറയുടെ അരികത്ത്
മഗ്ദല മറിയാവിന് പ്രത്യക്ഷപ്പെട്ടു. നോക്കൂ, യേശു ക്രിസ്തുവിന് ആ തിരുശരീരം, ഉയർത്തെഴുന്നേറ്റ തിരുശരീരം എവിടെയും പാഞ്ഞെത്താം. അതിന് ഒരു നിമിഷം പോലും താമസമില്ല. ഇവിടെ ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കാനുള്ളതാണ്. അതല്പം ഗൗരവമുള്ള വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, D.L. മൂഡി മരിക്കാൻ കിടക്കുകയായിരുന്നു. അനുഗ്രഹീതനും ധന്യനുമായ ആ ദൈവദാസൻ മരണത്തോടടുത്ത് വരികയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അടുത്തുണ്ട്. മകൻ വില്യം തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. D.L. മൂഡി രാത്രി ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പെട്ടെന്ന് മകനെ വിളിച്ചു. മകൻ വന്നു. ഏതോ മരണത്തോടടുക്കുന്നത് പോലെ തോന്നി. D.L. മൂഡി പറഞ്ഞു, മോനെ വില്യം, ഞാൻ പോവുകയാണ്. ഞാൻ അക്കരെ കണ്ടു. മനോഹരമായ പൂന്തോപ്പുകൾ, സുന്ദരമായ താഴ്വരകൾ, നല്ല നല്ല ഇളംപുല്ല് നിറഞ്ഞ നല്ല മൈതാന ഭൂമികൾ. മോനെ, ഞാൻ കണ്ടു. എന്തു നല്ല ഉദ്യാനങ്ങൾ. ഇതോ സ്വർഗീയ താഴ്വര, ഇതോ മനോഹരമായ പ്രപഞ്ച സൃഷ്ടി. എന്തൊരു കൗതുകം, എന്തൊരു സൗന്ദര്യം, എന്ത് അനുഗ്രഹീതമായ ധന്യമായ അനുഭവ വിശേഷം. മകനെ, ഞാൻ സ്വർഗം കണ്ടിട്ടാണ് മടങ്ങി വന്നത്. വീണ്ടും D.L. മൂഡി കണ്ണടച്ചു. മൂഡിയുടെ ഭാര്യ ഏങ്ങളടിച്ച് കരഞ്ഞു. മോൻ വില്യവും കരഞ്ഞു. അപ്പൻ പറഞ്ഞു, കണ്ണു തുറന്നിട്ട് പറഞ്ഞു, മോനെ കരയരുത്, മമ്മ നീ കരയരുത്, ഞാൻ സന്തോഷത്തിൻ്റെ പ്രതീസായിലേക്ക് പോവുകയാണ്. എന്തു മനോഹരം! മരണം എത്ര സുന്ദരം! അക്കരെ ദേശം എന്ത് മനോഹരം! പ്രിയപ്പെട്ടവരെ, അക്കരെ ദേശം മുൻകൂട്ടി കാണുകയാണ്. അക്കരെ ദേശം ഇവിടെ ഇരുന്നുകൊണ്ട് കാണുകയാണ്, ഇവിടെ കിടന്നുകൊണ്ട് കാണുകയാണ്. മരണത്തിൻ്റെ തീരത്തെത്തുമ്പോൾ അക്കരെ നാട് മുൻകൂട്ടി കാണുകയാണ്. എനിക്കൊരാശയുണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ അക്കരെ ദേശം, സ്വർഗദേശം നിങ്ങൾ അനുഭവമാക്കിയെടുക്കണം. ഇവിടെ വെച്ച് സ്വർഗത്തിൻ്റെ അവകാശം പ്രാപിക്കണം. ഈ ശരീരം മൺമറഞ്ഞു പോയാൽ ഒരു നാൾ കർത്താവായ യേശു അവിടുന്ന് വീണ്ടും വരുമ്പോൾ ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കണം. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എല്ലായ്പ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ആയുസ് കൊണ്ട് കാര്യം തീരുന്നില്ല. യേശു വീണ്ടും വരും. അതൊരു പരമയാഥാർത്ഥ്യമാണ്. കർത്താവായ യേശു വീണ്ടും വരും. അവൻ പോയതുപോലെ തന്നെ വീണ്ടും വരും. അന്ന് മാലാഖമാർ അങ്ങനെയാണ് പറഞ്ഞത്. വെള്ളവസ്ത്രധാരികളായ 2 ദൂതന്മാർ മധ്യാകാശത്തിൽ നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് നോക്കി അമ്പരപ്പോടെ നിൽക്കുന്ന ശിഷ്യന്മാരെ നോക്കി ഇങ്ങനെയാണ് പറഞ്ഞത്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. പ്രിയപ്പെട്ടവരെ, യേശു വീണ്ടും വരും. സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അവൻ്റെ വരവിന് വേണ്ടി ദൈവവൈതലേ നീ ഒരുങ്ങിയോ? വിശുദ്ധന്മാർ മാത്രമേ അവിടെ ചേർക്കപ്പെടുകയുള്ളൂ. വിശുദ്ധന്മാർ മാത്രമേ ഉയർത്തെഴുന്നേറ്റ് പറക്കുകയുള്ളൂ. അതാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ അവൻ ഭാഗ്യവാനാണ്, അവൻ വിശുദ്ധനാണ്. വിശുദ്ധന്മാർക്ക് മാത്രമേ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളൂ. ദൈവ പൈതലേ, ഇന്ന് ഞാൻ വിനയപൂർവ്വം നിന്നെ ഓർമ്മപ്പെടുത്തട്ടെ, നീ ഒരു വിശുദ്ധനായില്ലെങ്കിൽ തീരാ നഷ്ടമാണ് സംഭവിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താലുള്ള വിശുദ്ധീകരണം ഇവിടെ വെച്ച് അനുഭവിച്ചില്ലെങ്കിൽ, നിന്റെ ഹൃദയം ശുദ്ധമായില്ലെങ്കിൽ സ്വർഗഭൂമിയെ നീ അവകാശമാക്കുകയില്ല. സ്വർഗ സോപാനങ്ങളിലേക്ക് നീ കരയേറി ചെല്ലുകയില്ല. കർത്താവായ യേശുവിൻ്റെ ആ സ്വർഗീയ സന്നിധാനത്തിലേക്ക് നീ പറന്നെത്തുകയില്ല. സ്വർഗവിധ നിനക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. ഈ മഹാഭാഗ്യം പ്രിയപ്പെട്ടവരെ നമുക്ക് അനുഭവിക്കണം. ഇതെല്ലാം താൽക്കാലികം. ഇന്ന് കാണുന്നതെല്ലാം മായ, എല്ലാം മായ, സകലവും മായ അത്രേ. ശലോമോൻ രാജാവ് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ പറഞ്ഞു. സഭാപ്രസംഗിയുടെ പുസ്തകം, അതിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞു, ഞാനിവിടെ ഒട്ടേറെ സുഖങ്ങൾ, സന്തോഷങ്ങൾ അനുഭവിച്ചു എന്ന്. എന്തെല്ലാം സുഖങ്ങൾ, എന്തെല്ലാം സന്തോഷങ്ങൾ! ഇതാണ് 2-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വരിക, ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും, സുഖം അനുഭവിച്ചു കൊള്ളുക. എന്നാൽ അതും മായ തന്നെ. ഞാൻ ചിരിയെക്കുറിച്ച് അത് ഭ്രാന്ത എന്നും സന്തോഷത്തെക്കുറിച്ച് അതുകൊണ്ട് എന്ത് ഫലമെന്നും പറഞ്ഞു. മനുഷ്യർക്ക് ആകാശത്തിന് കീഴെ ജീവപര്യന്തം ചെയ്യുവാൻ നല്ലത് ഏതെന്ന് ഞാൻ കാണുവോളം എൻ്റെ ഹൃദയം എന്നെ ജ്ഞാനത്തോടെ നടത്തിക്കൊണ്ടിരിക്കെ ഞാൻ എൻ്റെ ദേഹത്തെ വീഞ്ഞുകൊണ്ട് സന്തോഷിപ്പിക്കാനും ഭോഷത്വം പിടിച്ചുകൊള്ളുവാനും എൻ്റെ മനസ്സിൽ നിരൂപിച്ചു. ഞാൻ മഹാപ്രവൃത്തികളെ ചെയ്തു. എനിക്ക് അരമനകളെ പണിതു, മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി, ഞാൻ തോട്ടങ്ങളെ ഉദ്യാനങ്ങളെ ഉണ്ടാക്കി.
അവയിൽ സകലവിധ ഫലവൃക്ഷങ്ങളെയും നട്ടു. വൃക്ഷം വെച്ച് പിടിപ്പിച്ചിരുന്ന തോപ്പ് നനപ്പാൻ കുളങ്ങളും കുഴിപ്പിച്ചു. ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി. വീട്ടിൽ ജനിച്ച ദാസന്മാരും എനിക്കുണ്ടായിരുന്നു. യെരൂശലേമിൽ എനിക്ക് മുൻപുണ്ടായിരുന്ന ഏവരിലും അധികം ആടുമടുകളായ ബഹുസമ്പത്ത് എനിക്കുണ്ടായിരുന്നു. ഞാൻ വെള്ളിയും പൊന്നും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കുള്ള ഭണ്ഡാരവും സ്വരൂപിച്ചു. സംഗീതക്കാരെയും മനുഷ്യരുടെ പ്രമോദമായി അനവധി സ്ത്രീജനത്തെയും സമ്പാദിച്ചു. ഇങ്ങനെ എനിക്ക് മുൻപേ ഞാൻ യെരൂശലേമിൽ ഉണ്ടായിരുന്ന എല്ലാവരിലും മഹാനായി തീർന്നു. അഭിവൃദ്ധി പ്രാപിച്ചു. ജ്ഞാനവും എന്നിൽ ഉറച്ചു നിന്നു. എൻ്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും ഞാൻ അതിന് നിഷേധിച്ചില്ല. എൻ്റെ ഹൃദയത്തിന് ഒരു സന്തോഷവും വിലക്കിയില്ല. എൻ്റെ സകല പ്രയത്നവും നിമിത്തം എൻ്റെ ഹൃദയം സന്തോഷിച്ചു. എൻ്റെ സകല പ്രയത്നത്തിലും എനിക്കുണ്ടായ അനുഭവം ഇതുതന്നെ. പ്രിയപ്പെട്ടവരെ, ശലോമോൻ ഏറെ അനുഭവിച്ചു, ഏറെ സന്തോഷിച്ചു, സുഖഭോഗങ്ങളിൽ ലയിച്ചു. സുഖ സന്തോഷങ്ങളിൽ കൂത്താടി അവൻ ജീവിതത്തിൽ ആനന്ദിക്കാവുന്നിടത്തോളം എല്ലാം ഭൗതിക സുഖഭോഗങ്ങളിൽ മുഴുകി ലയിച്ച് ആനന്ദിച്ച് അവൻ ഉല്ലസിച്ചു. എന്നാൽ ശലോമോൻ പറയുകയാണ്, ഈ പുസ്തകത്തിൻ്റെ സഭാപ്രസംഗിയുടെ പുസ്തകം അതിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിൽ ശലോമോൻ പറയുകയാണ്. എന്താണ് പറയുന്നത്? എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. തൻ്റെ പുറപ്പാടിൻ്റെ കാര്യം ഓർപ്പിച്ചു. തൻ്റെ ജനം പുറപ്പെടുമെന്നുള്ള കാര്യം യൗസേപ്പ് ഓർപ്പിച്ചു. ഇവിടെയുള്ളതെല്ലാം മായ. എല്ലാം വിട്ട് പുറപ്പെടണം. കനാനിലേക്ക് യാത്ര ചെയ്യണം. സ്വർഗീയ കനാനിലേക്ക് നാം യാത്ര ചെയ്യണം. ഈ ഈജിപ്റ്റ് നമ്മുടെ നിത്യപാർപ്പിടമല്ല. പ്രിയപ്പെട്ടവരെ, ഈ ഈജിപ്റ്റ് നമ്മുടെ താൽക്കാലിക പാർപ്പിടമാണ്. ഈ ഭൂമി നമ്മുടെ താൽക്കാലിക വസതിയാണ്. ഒരു നാളെല്ലാം വിട്ട് നാം അക്കരയിലേക്ക് പോകണം. അതിന് ഞാൻ ഒരുങ്ങിയോ? ഒരുങ്ങിയില്ലെങ്കിൽ നഷ്ടമാണ്. അതിന് എന്നെ തന്നെ സമർപ്പിച്ചോ? ഇല്ലെങ്കിൽ നഷ്ടമാണ്. ഇന്ന് നിത്യസമ്പത്തായ യേശുവിനെ കൈക്കൊള്ളൂ. യേശുവിനെ നിങ്ങൾ സ്വീകരിക്കൂ. യേശുവിനായി നിങ്ങളുടെ ഹൃദയം തുറക്കൂ. യേശുവിനോട് നിങ്ങൾ വാക്ക് പറയൂ, കർത്താവേ, നിന്റെ തിരുരക്തത്താൽ നീ എന്നെ വീണ്ടെടുത്തു. ഇന്നു മുതൽ ഞാൻ നിന്റെ വക. യേശുവേ, നിന്റെ തിരുരക്തത്താൽ നീ എന്നെ വീണ്ടെടുത്ത് നിന്റെ സ്വന്തമാക്കി. യേശുവേ, ഇതുവരെ ഞാൻ സാത്താൻ്റെ അടിമയായിരുന്നു. ഇന്നു മുതൽ ഞാൻ നിന്റെ വക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ലോകം താൽക്കാലികമാണെന്നും ഈ ഈജിപ്തിൽ നിന്ന് ഞങ്ങൾ കനാനിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണെന്നും ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. താൽക്കാലിക പാർപ്പിടം വിട്ട് നിത്യകൂടാരത്തിലേക്ക് പോകുന്നതിന് ഇവിടെ വെച്ച് വിശുദ്ധരായി ഒരുങ്ങുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടിയല്ലോ നാഥ അവിടുന്ന് ക്രൂസിൽ മരിച്ചത്. അതിനുവേണ്ടിയല്ലോ കുറ്റമില്ലാത്ത രക്തം ചിന്തിയത്. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ തന്നെ തൃപ്പാദ്യങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോൾ കർത്താവേ, അവിടുത്തെ സന്നിധികൾ തീരുമാനമെടുത്ത് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ ആണിപ്പാടുള്ള കരം തീരുമാനമെടുത്തവരുടെ ശിരസിൽ വെക്കണമേ. പുതിയ ജീവിതത്തിന് തുടക്കം കുറിച്ചവരെ അവിടുന്ന് ആശീർവദിക്കണമേ. അവിടുന്ന് അനുഗ്രഹിക്കണമേ. തിരുരക്തത്തിന്റെ മുദ്ര പതിപ്പിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.